പ്രിയമുള്ളവരെ നമസ്കാരം. ഭ്രാന്തന്റെ ജന്മനങ്ങളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഞാൻ നിങ്ങളെ കണ്ടിട്ട്. അത് ഒരുപക്ഷെ എൻ്റെ അലസത കൊണ്ടാണ് ഇത്രയും നാളൊരു വീഡിയോ എടുക്കാതിരുന്നത്. അല്ല, സമയക്കുറവെന്നൊന്നും പറഞ്ഞ് ഞാൻ പറ്റിക്കുന്നില്ല. അലസത കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ വരാനുള്ളൊരു കാരണം, മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സംരംഭമായിട്ട് നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടനും പൃഥ്വിരാജ് സുകുമാരനും ഒക്കെ വരുമ്പോൾ ഞാൻ മടി പിടിച്ചിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംരംഭം നമ്മുടെ മലയാള സിനിമയെ ലോക സിനിമയുടെ തന്നെ താളിലേക്ക് എടുത്തുചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു സിനിമയാണ് വരാൻ ഇന്ന് പുറത്തിറങ്ങാൻ പോകുന്ന എമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കൂട്ടാളികളും പോവുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു ആസ്വാദന കുറിപ്പ് പറയുന്നതിനേക്കാളും ഉപരിയായി, അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ പറയുന്നതിലുപരിയായി, ഇത് കാണാൻ പോകുന്നൊരു സാധാരണ പ്രേക്ഷകൻ ഉണ്ടാകാവുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ. കഴിഞ്ഞ 5 വർഷത്തോളമായി ലാലേട്ടൻ്റെ ഒരു നല്ലൊരു സിനിമ എന്ന് പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു ഹിറ്റ് നമുക്ക് കിട്ടിയിട്ട്, നമ്മൾ കാണാൻ കൊതിച്ചിരുന്ന ലാലേട്ടനെ കിട്ടിയിട്ട് കുറേ നാളുകളേറെയായി. ലൂസിഫറിന് ശേഷം ഇപ്പോൾ എമ്പുരാനിലേക്ക് എത്തി നിൽക്കുമ്പോൾ, എമ്പുരാനാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇതൊരു മെഗാ ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ ഒരു ലാലേട്ടൻ ഫാൻ എന്നുള്ള നിലയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മലയാള സിനിമയുടെ ഫാൻ എന്നുള്ള നിലയിലോ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം അതിന് ഏറ്റവും വലിയ കാരണം പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഡയറക്ടർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ സിനിമ പുറത്തിറങ്ങുന്നതിനോടനുബന്ധിച്ചിട്ടുള്ള ലോഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ് മീറ്റിങ്ങിലൊക്കെ പുള്ളിക്കാരൻ്റെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ അപാരം. അപ്പോൾ അത് നമുക്ക് തരുന്ന ഒരു മലയാളി പ്രേക്ഷകൻ, സിനിമാ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ന് ഈ വെളുപ്പാങ്കാലത്ത് ഇവിടെ അബുദാബിയിലാണ് ഞങ്ങൾ. അബുദാബിയിൽ ഈ വെളുപ്പാങ്കാലത്ത് ഇങ്ങനൊരു ഇത്രയും 3 മണിക്ക് എണീച്ച് കുളിച്ചൊരുങ്ങി അബുദാബിയിലെ വോക്ക് സിനിമ ഐമാക്സിൽ തന്നെ കാണണം എന്നുള്ളൊരു വോക്ക് സിനിമാസിലേക്ക് നമ്മൾ പുറപ്പെടുകയാണ്. ഞാനും എൻ്റെ കൂട്ടുകാരികളും വഴിയെ പരിചയപ്പെടാം. അപ്പോൾ വടാ അങ്ങനെ നമ്മൾ യാത്ര പകുതി വഴി പിന്നിട്ടിരിക്കുകയാണ്. സമയം 3:45 ആവുന്നു. ഓക്കെ, ഗലേറിയ മാളിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, കിച്ചു, എന്താണ് നിന്റെ ഒരു അഭിപ്രായം? ഇത് എന്തായിത്തീരും എന്നാണ് നിന്റെ തോന്നൽ? ഒരു രക്ഷയില്ല. അത് ഈ ഹൈപ്പ് കണ്ടിട്ടുള്ള രക്ഷയില്ലായ്മയാണോ, അതോ നമ്മളെ പ്രതീക്ഷകൾ എന്തോളമാണ് ഇത് ഈ പടത്തിനെ കുറിച്ച്, മലയാള സിനിമയെ കുറിച്ച് ഇത്രയും സംസാര വിഷയം ആവണമെങ്കിൽ അതെന്തായിരിക്കും? സോഷ്യൽ മീഡിയയിലും ആ തോന്നലാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഡയറക്ടറുടെ കഴിവ് തന്നെയാണ്, പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അത് പണം ഇതിന്റെ രചന, ഇപ്പം ഈ ലൂസിഫർ എന്ന് പറഞ്ഞ ട്രയോളജിയാണിത്. അപ്പം ഇത് എഴുതിയേക്ക് മുരളി ഗോപി ഫോർ എക്സാമ്പിൾ. മലയാള സിനിമയിലെ ഇത്രയും ഭ്രാന്തമായി ചിന്തിക്കുന്ന ഒരു എഴുത്തുകാരനില്ല. കാരണം അയാളുടെ ആ ഭ്രാന്തുകളാണ് ഈ എഴുതി ചേർത്ത് വെച്ചേക്കുന്നത് മുഴുവൻ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു കഥാപാത്രം, ഇത്രയും ഡെപ്തിലുള്ള ഇറങ്ങിയിട്ട് ഒരു കഥാപാത്രത്തിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡുകളിലേക്ക് പോകാനായിട്ട് അതിമനോഹരമായിട്ടാണ് ലൂസിഫറിൽ എഴുതിയിരിക്കുന്നത്. ആ ലൂസിഫർ ഇപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ ലൂസിഫറിന്റെ തുടക്കത്തിൽ തന്നെ അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ ക്യാരക്ടർ എത്രത്തോളം ഡീപ്പായിട്ട് പോകുന്നത്. അത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായത് അതിനകത്ത് പറയുന്നുണ്ട്, ഇപ്പം ഖുറേഷി അബ്രഹാം എന്ന് പറയുന്നത് 2 പേരാണോ അതോ ഒരാളാണോ? രക്ഷിക്കുന്നത് ഒരാളാണോ 2 ആളാണോ? അതൊക്കെ എങ്ങനെയാണ്? കണ്ടോ ലൂസിഫർ? കണ്ടില്ലേ? എന്നിട്ട് എന്ത് തോന്നി? എല്ലാ ലാലേട്ടൻ ഫാൻസിനും ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ പോക്ക് ഇവിടം തൊട്ട് തുടങ്ങുകയാണ്. ഈ മലയാള സിനിമ മാറാൻ പോകുന്ന ഒരു 2025 മലയാള സിനിമയുടെ ഒരു വലിയ നേട്ടങ്ങളുടെ വർഷമായി തന്നെ തീരും. അതിന്റെ ഇപ്പം പൊന്മാൻ 2-3 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇത് നോക്കൂ, ഇപ്പൊ എമ്പുരാൻ ഇറങ്ങിയതിനു ശേഷം അടുത്തത് ലാലേട്ടന്റെ വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് തന്മൂർത്തിയുടെ തുടരും എന്ന് പറയുന്നതാണ്. അപ്പൊ ആ സിനിമയുടെ ട്രെയിലർ വയ്ക്കുന്ന പ്രതീക്ഷകൾ വാനോളമാണ്. അതും ഇത് ഇറങ്ങിയതിനു ശേഷം ഈ ഉണ്ടാക്കിയ ഒരു ഹൈപ്പിലൂടെ അത് വന്നെങ്കിലും അതിനൊരു ഇൻഡിവിജ്വാലിറ്റിയിലാണ് ആ പടവും ഇറങ്ങാൻ പോകുന്നത്. ആ പടത്തിൽ വ്യത്യസ്തനായിട്ടുള്ളൊരു ബാർബറ ബാലിനെ കാണുന്ന പോലെ വ്യത്യസ്തനായിട്ടുള്ളൊരു ലാലേട്ടനെയാണ് അത് പഴയ 90s 95 ഉണ്ടായിരുന്ന ലാലേട്ടന്റെ ഒരു ശരീരം കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്, ഞാൻ ആ അഭിനയത്തിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. പ്രായത്തിന്റെ അത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത് മമ്മൂട്ടിയുടെ എന്താ പറയാ ബസൂക്ക എന്ന് പറഞ്ഞത്. ഞാൻ ഇന്ന് അതിന്റെ ട്രെയിലർ കണ്ടു. അതും
നമുക്ക് തരുന്ന പ്രതീക്ഷകൾ. അപ്പൊ ഇത് ഇവിടെ നടക്കാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ എമ്പുരാന് മുമ്പും എമ്പുരാന് ശേഷവും എന്നുള്ള രീതിയിൽ തന്നെ ചർച്ച ചെയ്യും. ഓക്കെ, അതൊന്ന്. രണ്ട്, അത് തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരി ഇത് പൃഥ്വിരാജ് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാരും പറയുന്നത് ഒരു പാൻ ഇന്ത്യ സ്റ്റാർ ആണ്, ഇതൊരു പാൻ ഇന്ത്യ മൂവി ആയിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് പാൻ ഇന്ത്യ മൂവി ആയിരിക്കത്തില്ല. ഇത് ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഡയറക്ടർ ചെയ്യാം. ഇനി അടുത്ത അയാളെ എനിക്ക് പ്രതീക്ഷിക്കാം ഹോളിവുഡ് സിനിമകളിലേക്ക് പോലും അയാൾ കൈകടത്തിക്കൂടാകുന്നില്ല. കാരണം അത്രയും ടാലന്റ് ഉണ്ട്. മൂന്നാമത്തെ സിനിമയാണ്, ഓർക്കണം, മൂന്നാമത്തെ ഡയറക്ടോറിയൽ എഫർട്ടാണ് പുള്ളിയുടെ. അപ്പൊ ഇത്രയും ആകാംക്ഷ ഞാൻ മറ്റേ ഈവൻ ബാഹുബലി പോലും ഇത്രയും ഒരു ത്രില്ല് ഇന്ത്യയിൽ അങ്ങോളമുള്ള ജനങ്ങളിലോ അല്ലെങ്കിൽ മലയാള സിനിമ പ്രേക്ഷകരിലോ തമിഴ് സിനിമ പ്രേക്ഷകരിലോ ആരും ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ചർച്ചാ വിഷയമാണ്. റിലീസായി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബാഹുബലിയെ കുറിച്ചൊക്കെ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയത്. ഇത്രയും ബിഫോർ റിലീസിന് മുമ്പ് ഓക്കെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം വരുന്നു എന്നുള്ളതല്ലാതെ അതിനകത്ത് ഇത്ര വലിയ കണ്ടതിന് ശേഷം നമുക്ക് തോന്നി. പക്ഷെ ഇത് ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ഇതും എന്നെ ആസ് ഒരു ലാലേട്ടൻ ഫാൻ, ഒരു മലയാള സിനിമ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ, അത് ഒരു സിനിമ വളരെ ഡീപ്പായിട്ട് എന്നെ കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ലാലേട്ടൻ്റെ ഒരു നല്ലൊരു ചിത്രം ഇപ്പൊ ഇടയ്ക്ക് വന്ന നേര് അതല്ലാതെ ഞാൻ കണ്ടില്ല. എനിക്ക് എന്നെ തൃപ്തിപ്പെടുത്തിയ ലാലേട്ടൻ സിനിമകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ലൂസിഫർ കണ്ടു. ലൂസിഫർ കണ്ടതിന് ശേഷം ഈ എമ്പുരാനിലേക്ക് എത്തുമ്പോൾ എന്റെ തലമേ വേറെ മാറിപ്പോയി. ഇത്രയും സ്പീഡിലൊക്കെ ഇവര് പോയി കഴിഞ്ഞാൽ എവിടോട്ട് പോവാടാ ഇത്? എമ്പുരാൻ കാണാൻ വേണ്ടിട്ട് പോകുന്ന അത് തോന്നുന്നു 140, 160 താണ്ട് പോകുന്നു. അപ്പോ പറഞ്ഞു വന്നത് ഇതിന്റെ ഇപ്പം ഗോപി സുന്ദറിന്റെ പാട്ട് ഇതിനകത്ത് ഞാൻ വ്യക്തിപരമായിട്ട് ചോദിക്കുവാണെങ്കിൽ എനിക്ക് നമ്മുടെ ഉഷേച്ചി പാടിയ മറ്റേ എമ്പുരാനെ എന്ന് തുടങ്ങുന്ന അതിന് കിട്ടുന്നൊരു അതിന് വേറൊരു ശക്തിയായിരുന്നു ആ പാട്ടിന്റെ. അത് കേൾക്കുമ്പോൾ നമുക്ക് വേറൊരു സുഖമാണ്. പക്ഷെ ഇപ്പോഴത്തിനകത്ത് വേറൊരു ഇതിലാണ് ചെയ്തേക്കുന്നത്. പക്ഷെ തിയേറ്ററിൽ എങ്ങനെയാണെന്ന് നമുക്ക് കേട്ട് കഴിഞ്ഞതിന് ശേഷം പറയാം. മേൽ വോയിസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ഇതിന്റെ ഇത് പൃഥ്വിരാജ് പറഞ്ഞ് ഞാൻ കേട്ടതാണ്. എനിക്കല്ലാതെ അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. ഈ ഇതിലെ അന്ന് ലോഞ്ചിന് സമയത്ത് പറഞ്ഞ എന്റെ പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഗോപി സുന്ദർ ഇതിനു വേണ്ടിയിട്ട് ലണ്ടനിലോ അവിടെ എവിടെയോ പോയിട്ട് അവര് സിംഫണി ചെയ്തു. ലൈവ് സിംഫണി ചെയ്തിട്ട് അതാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയും എഫേർട്ട് എടുത്ത് ഇത്രയേറെ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തൊരു മലയാള സിനിമ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇനിയോട്ടുണ്ടാവാൻ പോകുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമില്ല. എനിക്ക് അതിനെ കുറിച്ചിട്ടുള്ള എന്റെ തോന്നൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉടനെ അത് ഈ പടത്തിന്റെ തലവിധി എന്താണോ അതേപോലെ അതിനെ അതായിരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത് 200 കോടി മേളിൽ ബഡ്ജറ്റ് എത്രയാവട്ടെ, ഇങ്ങനെ ഭ്രാന്തമായിട്ട് ഒരാൾ എഴുതുക, ആ എഴുതുന്നതിനെ പിന്തുടർച്ചയായിട്ട് ഒരു സംവിധായകൻ അതേ രീതിയിൽ ഭ്രാന്തമായി തന്നെ സഞ്ചരിക്കുക, എഴുതി വെച്ചെങ്കിൽ ഇങ്ങനെ തന്നെ വേണം, ഇതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആവണം എന്നുള്ള രീതിയിൽ തന്നെ അതേ വൈബിൽ തന്നെ സഞ്ചരിക്കുക. അതിനോടൊപ്പം നിൽക്കാൻ ഞാൻ ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം പറയേണ്ട പേര് ആന്റണി പെരുമ്പാവൂരിയാണ്. ആന്റണി ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം ഇവര് ഓക്കെ മാഷർവാ സിനിമാസ് വേറെ ഇപ്പം എത്രയോ പൈസ മുടക്കി പടം എടുത്ത് കൈകൊള്ളിയിരിക്കുകയാണ്. ഇപ്പൊ മരക്കാരൊക്കെ നമ്മൾ എത്രത്തോളം പ്രതീക്ഷയോടെ പോയി കാരണം അത് മരക്കാർ കാണാനുണ്ടായ ഏറ്റവും വലിയൊരു എന്താ പറയുക പ്രിയൻ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അതിലും പ്രതീക്ഷയായിരുന്നു എനിക്ക് ഈ എന്തായിരുന്നു ആ പടത്തിന്റെ പേര് ഇപ്പൊ മലക്കോട്ടെ വാലിബൻ. അത് കാണാൻ പോയപ്പോ എനിക്ക് എന്താ പറയുന്നത് അത് കണ്ടു കഴിഞ്ഞിട്ട് ഇറക്കിയിട്ട് ഇതിന്റെ സംവിധായകനെയും ബാക്കി ഇതിന്റെ 2 പേരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സ്വാഭാവികമായിട്ടും ചെയ്യാൻ തോന്നിയത്. കാരണം മോഹൻലാലിനെ പോലൊരു നടനെ വെച്ചിട്ട് ചെയ്തു വെച്ചേക്കുന്നത് എന്തായിരുന്നു മലയാള സിനിമയുടെ അല്ല അവിടെ തൊട്ട് അതാണ് അപ്പൊ ഈ ഇടിച്ചു കയറ്റപ്പെട്ടത്. കാരണം അത്രയും പ്രതീക്ഷയോടെ ആൾക്കാർ പോയിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പൊ അത്രയും അങ്ങനെയൊക്കെയുള്ള സിനിമകൾ എടുത്ത് ഈ കൈകൊള്ളിയിരിക്കുന്ന സമയത്തും ഇയാൾ ഇത്രയും കാശ് മുടക്കി ആ ഒരു ചങ്കൂറ്റം കാണിച്ചു എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഈ ലൈക്കയായിട്ട് ചേർന്ന് ലൈക്കയുടെ പേര് പറഞ്ഞപ്പോഴാണ് ഇതുപോലൊരു ഈ അമാര് ഈ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമമായിരുന്നു ലൈക്ക നടത്തിയത്. അതുകൊണ്ടാണ് അമരെ പാടെ വിട്ടത്. രണ്ടാമത് ആന്റണി പെരുമ്പാവൂരിന് ശേഷം എടുത്ത് പറയേണ്ട പേരാണ് നമ്മുടെ സ്വന്തം ഗോപാലേട്ടൻ. ഗോകുലം ഗോപാലിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം ഇന്ന് റിലീസാവില്ല.
ഇന്ന് 27-ാം തീയതി പടം ഇറങ്ങില്ല. കാരണം ലൈക്ക കളിച്ച കളി അമ്മാതിരി കളിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവാദം. നമ്മൾ ഓരോരുത്തരെ അവരുടെ ഒരു പ്രൊഡക്ഷൻ കമ്പനി നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ബട്ട് എങ്കിലും എന്നിട്ടും പകരാതെ സ്റ്റേണായിട്ട് നിൽക്കുക. അതിന് തോള് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോകുലം ഗോപാലൻ വരിക. ഇന്ന് പറഞ്ഞ ഉറപ്പിച്ച ദിവസങ്ങളിൽ തന്നെ ഇത് പടം പുറത്തേക്ക് കൊണ്ടുവരിക. എത്രത്തോളം പ്രഷർ ഇവര് അനുഭവിച്ചു കാണും അല്ലേ? പൃഥ്വിരാജ് എന്ന് പറയുന്ന അല്ല, പുള്ളി സമ്മതിക്കണം. എന്നിട്ട് അല്ലെ, അതുകൊണ്ടാണ് ഞാനിത് ഇന്ന് എന്ത് തന്നെയായാലും, അല്ലെങ്കിൽ ഞാൻ സാധാരണ ഇങ്ങനെ ഒരു ഫസ്റ്റ് ഡേ, ഇപ്പം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഷോ കണ്ട സിനിമ എന്ന് പറയുന്നത് ഏകലവ്യനാണ്. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്ന ഒരു ഫസ്റ്റ് ഷോ സിനിമയാണ് എമ്പുരാൻ. ഇപ്പൊ കാണാൻ പോകുന്ന സിനിമയാണ് എമ്പുരാൻ. അപ്പൊ തന്നെ അറിയാലോ നമ്മുടെ ഒരു ഇതിൽ ഏറ്റവും വലിയൊരു സംഭവം എപ്പോഴും പൃഥ്വിരാജിന്റെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ തന്നെയാണ് ഇതിന് നമ്മളെ പുള്ളിയിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പുള്ളി മലയാള സിനിമയെ എവിടെയൊക്കെയോ കൊണ്ടെത്തിച്ച് ചേർക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. ഇനി ബാക്കിയൊക്കെ നമുക്ക് തിയേറ്ററിലേക്ക് ചെന്ന് കണ്ട് അവിടേക്ക് എത്തിയതിനു ശേഷം നമുക്ക് കണ്ടിറങ്ങുമ്പോഴും ഇതേ എക്സൈറ്റ്മെന്റും ഇതേ ത്രില്ലും നമുക്കുണ്ടെങ്കിൽ ഉറപ്പിച്ചോ മോനെ, ഇത് 700 ഒന്നും അല്ല, അത് ഈ മേളിലോട്ട് ഇപ്പൊ തന്നെ 50 കോടി 60 കോടിയെ കണ്ട പ്രീസെയിൽ കഴിയുമ്പോൾ ഇത് 700 കോടി മേളിൽ പോകും. കാരണം പടം ആ രീതിയിലാണ് കേറി കൊടുത്താൻ പോകുന്നത്, യാതൊരു സംശയമില്ല. ഇതേ ത്രില്ല് എന്റെ പ്രേക്ഷകരോടായിട്ട് പറയുകയാണ്, ഇത് ഇപ്പൊ ഞങ്ങൾ അത്രയും നിങ്ങളെ പോലെ തന്നെ എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മളിത് കാണാൻ പോകുന്നത്. ഇതേ എക്സൈറ്റ്മെന്റ് ഞങ്ങൾ കണ്ടിറങ്ങുമ്പോഴും ഞങ്ങളുടെ മുഖത്തുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു, നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾക്ക് ഒരു സംശയമില്ലാതെ ഈ തിയേറ്ററിൽ തന്നെ നിങ്ങൾക്ക് പോയി പടം കാണാം. കൊടുക്കുന്ന കാശ് നിങ്ങൾക്ക് മുതലാവും. ഞാൻ ഇറങ്ങി കഴിഞ്ഞ ശേഷം ബാക്കി പറയാം, തിയേറ്ററിലേക്ക് എത്തിയതിനു ശേഷം ബാക്കി പറയാം. ഓക്കെ. നമ്മൾ അങ്ങനെ ഐമാക്സിൽ എത്തിയിരിക്കുകയാണ്. തിയേറ്ററിലേക്ക് കയറാൻ പോകുന്നു. 4:30 ആവുന്നു. അപ്പോൾ നാട്ടിലും ഇതേ സമയത്ത് തന്നെ ആയിരിക്കും. 6 മണിക്ക് തന്നെയാണ് നാട്ടിലെന്നാണ് പറഞ്ഞത്. ഭയങ്കര ആഘോഷമാണ്. നല്ലപോലെ ആൾക്കാർ കയറിയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി സാധനം മേടിക്കാൻ വേണ്ടി ലേറ്റായിപ്പോയി. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അങ്ങനെ എമ്പുരാൻ അങ്ങനെ ആ ഒരു മഹാസംഭവം കണ്ടിരിക്കുകയാണ്. ജസ്റ്റ് കണ്ടു കഴിഞ്ഞേ ഉള്ളൂ. അജിയണ്ണൻ, എങ്ങനെയുണ്ട് പടത്തിൻ്റെ ഒരു ഓവറോൾ? ആ തരിപ്പൊന്ന് മാറിയിട്ട് പറഞ്ഞാൽ മതിയോ? എന്ത് ആരുടെയും മുഖത്ത് അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ഒരു ഉത്സാഹം കാണുന്നില്ല. അത് സ്വാഭാവികമാണ്. കാരണം ഇതിൻ്റെ ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയണമല്ലോ. ഡയറക്ടറുടെ എല്ലാ എഫർട്ടും ഇതിനകത്ത് കാണാനുണ്ട്. ഡയറക്ടറിൽ അതായിട്ടുള്ള ഓരോ സീൻ ബൈ സീൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വിഷ്വൽസ് ആണെങ്കിലും പണി നല്ലപോലെ ചെയ്തിട്ടുണ്ട്, പണിയെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര ഇതായിട്ട് വന്നില്ല. എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നില്ല. കാരണം അതൊരു പ്ലോട്ടാണ്. ഫസ്റ്റ് ഹാഫ് അതൊരു പ്ലോട്ട് അവതരിപ്പിച്ചാണ്. ആ പ്ലോട്ടിലേക്കാണ് ഇനി ബാക്കി കഥ നടക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ പ്ലോട്ടിൽ നിന്നുകൊണ്ടാണ് ഇനി അടുത്തത് വരാൻ പോകുന്നത്. L3 അസ്രിയൽ വരാൻ പോകുന്നത് അവിടുന്നാണ്. ആ പേര് പറയുന്നുണ്ട്, കുഴപ്പമില്ല. കാരണം അത് ലാസ്റ്റ് എന്താണെന്നുള്ളത് വരാൻ പോകുന്ന ഒരു സാധനമാണല്ലോ. അത് ആൾറെഡി ഇതിനകത്തുള്ളതാണ്. ബാക്കി കഥകൾ നമ്മൾ പറഞ്ഞ ആൾക്കാരെ നമ്മൾ ഇത് ചെയ്യുന്നില്ല. വിഷ്വൽസും ഈ കാശ് മുടക്കിയതൊക്കെ അതിനകത്ത് കാണാനുണ്ട്. 200 കോടിയുടെ പടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വിശ്വസിക്കത്തില്ല. കാരണം മലയാള സിനിമ ഈ ഒരു ലെവലിലേക്ക് പോയിട്ടില്ല ഇതുവരെ. കഥ, ആ ഫസ്റ്റ് ഹാഫിലെ കഥ, ആ പ്ലോട്ട് അത്രയും ഒരു സ്ലോ ആയതുകൊണ്ട് തന്നെ, ഒരു കഥ പറയാനുള്ള ശ്രമം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫ് അങ്ങോട്ട് സൂചിച്ചില്ല. അത് കഴിഞ്ഞ് ഇന്റർവെല്ല് കഴിഞ്ഞിട്ടുള്ള ലാലേട്ടൻ്റെ എൻട്രി ഒരു രക്ഷയില്ലാത്ത എൻട്രി ആയിരുന്നു. അത് ലാലേട്ടൻ അതിന് മുമ്പേ എൻട്രി ചെയ്തിരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളി, ഞാൻ ആ നേരത്തെ എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച പോലെ തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളിയായി ലാലേട്ടൻ മുണ്ട് മുടക്കി കുത്തി വന്നാൽ അതൊരു സംഭവമായിട്ട് മാറും. അത് അതുപോലെ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ ഒന്നൊന്നര ഇടി അടിക്കുന്ന ഒരു പഞ്ചിടികളായിരുന്നു. ഓക്കെ, അപ്പൊ അത് ആ ഒരു കാര്യം കൊണ്ട് അത് കൊള്ളാം. പക്ഷേ തൃപ്തിപ്പെടുത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറോൾ നിങ്ങൾ തന്നെ ഓരോരുത്തർ ഇപ്പൊ നമ്മൾ ഇപ്പൊ പോയ പോലെ ഓരോരുത്തരും അത് തിയേറ്ററിൽ പോയി കണ്ടനുഭവിക്കണ്ടേ. എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല ഈ കാണുന്ന ഓരോരുത്തർക്കും. അതുകൊണ്ട് നിങ്ങളതും അത്
അതേപോലെ പോയി തിയേറ്ററിൽ തന്നെ പോയി ഇത് വാച്ച് ചെയ്യുക. കഴിയുമെങ്കിൽ ഐമാക്സിൽ തന്നെ വാച്ച് ചെയ്യുക. കാരണം എന്നാലേ ആ സൗണ്ട് ക്വാളിറ്റിയും വിഷ്വൽ ട്രീറ്റും ഒക്കെ നിങ്ങൾക്ക് അതേ രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഐമാക്സിൽ തന്നെ ഇത് വാച്ച് ചെയ്യുക. അതിൽ കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് പാടി പുകഴ്ത്താൻ ഇപ്പോൾ ഞാൻ തയ്യാറാവുന്നില്ല. കാരണം എനിക്ക് L3 കാണണമെന്നുണ്ട്. L3 കണ്ടതിന് ശേഷമേ എന്താണ് ഈ സംഭവങ്ങൾ മൊത്തത്തിൽ ഈ പറഞ്ഞു വെച്ചേക്കുന്നതെന്നൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ബാക്കിയൊക്കെ പുറപോലെ. അപ്പോൾ എമ്പുരാൻ കണ്ടു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ ഇത് പോയി കാണുക. സോ ഐ എം സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.